നമ്മൾ ഇത്രയും കാലം വിവോ വി സീരീസ് സ്മാർട്ട് ഫോൺ റിവ്യൂ ചെയ്ത സമയത്തൊന്നും ഫീൽ ചെയ്യാത്ത ചില കാര്യങ്ങൾ ഈ ഒരു വിവോ V70 റിവ്യൂ ചെയ്ത സമയത്ത് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ചെറുതല്ലാത്ത വലിയ കാര്യങ്ങളിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കാണാൻ സാധിക്കും. ഇന്ത്യൻ വേരിയൻ്റ് അല്ല, മിഡിൽ ഈസ്റ്റ് വേരിയൻ്റ് ആണ്. ഏകദേശം 5-8 ദിവസത്തിന് മുകളിലായിട്ട് ഞാൻ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്. സോ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് ആയിരിക്കും തീർച്ചയായിട്ടും ഷെയർ ചെയ്യുന്നുണ്ടാവുക. സോ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട്, ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് ലഭിക്കുന്നതാണ്. സോ സമയം കളയേണ്ട നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. വെൽക്കം ടു മിസ്റ്റർ അൺബോക്സ് ആൻഡ് ട്രാവൽ. ബോക്സിനകത്ത് സ്മാർട്ട് ഫോൺ കൂടാതെ ഒരു ട്രാൻസ്പെറൻറ്റ് GPU കേസ് വരുന്നുണ്ട്. 90 വാട്ടിന്റെ വിവോ ഫ്ലാഷ് ചാർജ് അഡാപ്റ്ററാണ് കൂടെ വരുന്നത്. പിന്നീട് Type A to Type C ചാർജിങ് കേബിളും. 3 കളേഴ്സിലാണ് GCCയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ അവൈലബിൾ ആവുന്നെങ്കിലും 2 കളറിലാണ് ഖത്തറിൽ അവൈലബിൾ ആവുന്നത്. ഈ ഒരു ബ്രൗൺ കളറും ഇതുകൂടാതെ ബ്ലാക്ക് കളറിലും അതോടൊപ്പം തന്നെ ഗ്രേ കളറിലും ചില രാജ്യങ്ങളിൽ അവൈലബിൾ ആണ്. ഈ ഒരു ബ്രൗണിലും ഗ്രേയിലും ഗ്ലാസ് മെറ്റീരിയലാണ് ബാക്ക് പാനൽ വരുന്നതെങ്കിൽ ബ്ലാക്കിൽ ഫൈബർ ഗ്ലാസ് മെറ്റീരിയലാണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു ഒതുങ്ങിയ ക്യാമറ മൊഡ്യൂളാണ് കാണാൻ സാധിക്കുക. Zeiss-ന്റെ എംബ്ലോം കാണാൻ സാധിക്കും. അലൂമിനിയമാണ് ബോഡി ഫ്രെയിം ആയിട്ട് വരുന്നത്. 7.6 mm ബോഡി തിക്നെസ്സും 194 ഗ്രാം ആണ് വെയിറ്റ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസൈൻ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ബാക്ക് പാനലും അതുപോലെ തന്നെ ഡിസ്പ്ലേയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എഡ്ജസ് ഒരല്പം കർവ് ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലാണ് പവർ ബട്ടണും വോളിയം റോക്കേഴ്സും വരുന്നത്. മുകൾ വശത്തായിട്ട് IR ബ്ലാസ്റ്റും നോയ്സ് ക്യാൻസലേഷൻ മൈക്കും സെക്കൻഡറി സ്പീക്കർ ഗില്ലും ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ബ്ലാങ്ക് ആണ്. താഴ്വശത്താണ് സിം ട്രേ വരുന്നത്. 2 നാനോ സിം കാർഡാണ് യൂസ് ചെയ്യാൻ സാധിക്കുക. ഇന്റേണൽ മൈക്ക്, Type C ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗില്ല്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒറ്റ നോട്ടത്തിലുള്ള ഡിസൈനിൽ കാണാൻ സാധിക്കുന്നത്. ഡിസൈൻ വൈസും ബിൽഡ് ക്വാളിറ്റിയിലും ശരിക്കും ഒരു പ്രീമിയം ഫീൽ നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ IP68 and 69 റേറ്റഡോട് കൂടിയിട്ടുള്ള വാട്ടർ ആൻഡ് ഡസ്റ്റ് റെസിസ്റ്റൻസ് സ്മാർട്ട് ഫോൺ ആണ്. വിവോ വി സീരീസിന്റെ കീ ഫാക്ടർ എന്ന് പറയുന്നത് ക്യാമറ തന്നെയാണ്. Zeiss ആയിട്ട് കൊളാബ് ചെയ്തിട്ടുള്ള 3 ക്യാമറയാണ് പിറകിൽ വരുന്നത്. 50 മെഗാ പിക്സൽ മെയിൻ ലെൻസ് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ, 50 മെഗാ പിക്സലിന്റെ 3x ടെലിഫോട്ടോ ലെൻസ്, അതിലും OIS സപ്പോർട്ട് ഉണ്ട്. 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ലെൻസ്. സോ റിയർ ക്യാമറയിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ കൊള്ളാം എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് V60യിൽ നിന്നും V70യിലേക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും എനിക്ക് കാണാൻ സാധിച്ചില്ല എന്നതൊരു സത്യം തന്നെയാണ്. മെയിൻ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ മിക്കതും നല്ല രീതിയിൽ തന്നെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകുന്നതായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി കളേഴ്സൊക്കെ ഒരു ഇത്തിരി വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ചില ഫോട്ടോസൊക്കെ ഒരു ഇത്തിരി നാച്ചുറൽ എന്നുള്ള കളേഴ്സിലാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. സോ ഡൈലൈറ്റിൻ്റെ കാര്യമാണെങ്കിലും HDRൻ്റെ കാര്യമാണെങ്കിലും ഈവൻ പോർട്രേറ്റ് ഫോട്ടോസ് ആണെങ്കിലും ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ടെലിഫോട്ടോ ലെൻസിൽ എടുത്തിരിക്കുന്ന ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹ്യൂമൻ പോർട്രേറ്റ് ചില ഫോട്ടോസൊക്കെ നല്ല ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നൽകുന്ന സമയത്ത് ചില സെനേരിയോസിൽ ഒരു ഇത്തിരി സോഫ്റ്റ്നെസ് അല്ലെങ്കിൽ ഒരു ഇത്തിരി ഡീറ്റെയിൽസ് കുറവെന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ മിക്ക സമയത്തും നല്ല ഗംഭീരമായിട്ടുള്ള ഫോട്ടോസാണ് എനിക്കിതിൽ ടെലിഫോട്ടോയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. 100x ഡിജിറ്റൽ സൂം വരെ ഇതിൽ സപ്പോർട്ടാണ്. അതിലെടുത്തിരിക്കുന്ന ഫോട്ടോസ് നമുക്കൊരു റീഡബിൾ എന്നുള്ള രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ഡൈലൈറ്റ് ആണെങ്കിലും HDR ആണെങ്കിലും ഈവൻ നൈറ്റ് ഫോട്ടോഗ്രാഫി ഒക്കെ തന്നെ ടെലിഫോട്ടോയിൽ നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അൾട്രാ വൈഡ് ലെൻസ് 8 മെഗാ പിക്സൽ ആയതുകൊണ്ട് തന്നെ ആ ഒരു ഓക്കെ ലെവൽ പെർഫോമൻസ് എന്നുള്ള രീതിയിൽ മാത്രമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി 50 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. സെൽഫി ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ട്. മിക്ക ഫോട്ടോസും ഒരു നാച്ചുറൽ എന്നുള്ള കളേഴ്സിലാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. നല്ല ഡീറ്റെയിൽസും ഷാർപ്പായിട്ടുള്ള ഫോട്ടോസാണ് മിക്ക സമയത്തും നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. അത് ഡൈലൈറ്റ് ആണെങ്കിലും HDR ഫോട്ടോസ് ആണെങ്കിലും അതുപോലെ തന്നെ നല്ല കിഡിലനായിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസ് നമുക്ക് ഇതിലെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള നൈറ്റ് ഫോട്ടോഗ്രാഫി എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. സോ ക്യാമറ പെർഫോമൻസ് ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇനി വീഡിയോഗ്രാഫിയുടെ കാര്യം പറയാനാണെങ്കിൽ ഈ ഒരു ഫോട്ടോഗ്രാഫിയുടെ ലെവൽ വെച്ച് നോക്കുമ്പോൾ അത്ര ഒരു കിഡിലൻ വീഡിയോഗ്രാഫി എന്നുള്ള രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. 4Kയിൽ 60 ഫ്രെയിം പെർ സെക്കൻഡിലാണ് നമുക്ക് റിയറിലും അതുപോലെ തന്നെ സെൽഫിയിലും വീഡിയോസ് എടുക്കാൻ സാധിക്കുന്നത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോഗ്രാഫിയാണ് എനിക്ക് സെൽഫി വീഡിയോസിലും അതുപോലെ തന്നെ റിയർ ക്യാമറ വീഡിയോസിലും എനിക്കിതിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ V60യിൽ നിന്നും V70യിൽ കാര്യമായിട്ടുള്ള ചില അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്നാമത്തെ അപ്ഗ്രേഡ് ആ ഒരു ബോഡി ഫ്രെയിമിൽ വന്ന മാറ്റമാണ്. പ്ലാസ്റ്റിക്കിൽ നിന്നും അലൂമിനിയം ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ മാറ്റം നമുക്ക് ഈ ഒരു ഡിസ്പ്ലേയിലാണ് കാണാൻ സാധിക്കുക. സാധാരണ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒപ്റ്റിക്കൽ ഫിംഗർ പ്രിന്റ് സ്കാനറോട് കൂടിയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഉൾപ്പെടുത്താറുണ്ടെങ്കിൽ ഇതിൽ ഹൈ എൻഡ് സ്മാർട്ട് ഫോണിൽ കണ്ടുവരുന്ന അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റ് ആൻഡ് സ്മൂത്ത് തന്നെ നമുക്ക് ആ ഒരു ഫിംഗർ ലോക്ക് വർക്ക് ചെയ്യുന്ന കാണാൻ സാധിക്കും. 6.59 ഇഞ്ചിൻ്റെ 1.5K റെസൊല്യൂഷനിൽ 120 Hz റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ തിൻ ആയിട്ടുള്ള ബസലാണ്. അതുപോലെ തന്നെ 459 പിക്സൽ പെർ ഇഞ്ച് ആണ് ഇതിൻ്റെ ഡെൻസിറ്റി. നല്ല ഷാർപ്പായിട്ടുള്ള ഡിസ്പ്ലേ ആണെന്ന് തന്നെ പറയാം. 5000 നിറ്റ്സ് ആണ് ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. അതുകൊണ്ട് തന്നെ പുറത്തൊക്കെ പോയാൽ ഏതൊരു സിറ്റുവേഷനിലും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ റീഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്.
10-bit ഡിസ്പ്ലേ ആണ്. HDR10+ ഇതിൽ സപ്പോർട്ട് ഉണ്ട്, ഡോൾബി വിഷൻ ഇതിൽ സപ്പോർട്ട് ഇല്ല. അതുപോലെ തന്നെ എടുത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നല്ല വൈബ്രന്റ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ള വിഷ്വലാണ് നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുക. അതേപോലെ തന്നെ ഒരു ഒതുങ്ങിയ സ്മാർട്ട് ഫോൺ സൈസ് എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു സിംഗിൾ ഹാൻഡിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. സോ ഡിസ്പ്ലേ വൈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ Qualcomm Snapdragon 7 Gen 4 എന്ന് പറയുന്ന 5G പ്രോസസ്സറാണ് വരുന്നത്. 4nm ടെക്നോളജിയിൽ ഒക്ടാ-കോറിൽ 2.8 GHz ആണ്. ക്ലോക്ക് സ്പീഡ് വരുന്നത് അന്തുത്ത് സ്കോർ എനിക്ക് 1.5 മില്യൺ അടുത്താണ് ലഭിച്ചിട്ടുള്ളത്. സോ നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ ഒരു പ്രശ്നമില്ല, നല്ല സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഗെയിമിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു പ്രോ ലെവൽ ഗെയിമിംഗ് അല്ലെങ്കിൽ ഭയങ്കര ഒരു ഗെയിമിംഗ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോൺ എന്നല്ല, ഒരു നോർമൽ ഗെയിം. ഇവൻ ഞാൻ കോൾ ഓഫ് ഡ്യൂട്ടിയും പബ്ജിയൊക്കെ കളിച്ചിട്ടുണ്ട്. 60 FPS എന്നുള്ള രീതിയിലാണ് നമുക്കിതിൽ കളിക്കാൻ സാധിച്ചിട്ടുള്ളത്. സോ അത്തരത്തിലൊക്കെ നോർമൽ ഗെയിമിംഗ് എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള രീതിയിലൊക്കെയാണ് കളിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നിരാശപ്പെടുത്താത്തൊരു ഗെയിമിംഗ് പെർഫോമൻസ് നമുക്കിതിൽ ആസ്വദിക്കാൻ സാധിക്കും. ഏകദേശം 1 മണിക്കൂറിനടുത്ത് ഞാൻ ഇതിൽ ഗെയിം കളിച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് വാമാവുന്നൊരു ഫീൽ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ കൂളാവുന്നുണ്ട്, കാരണം ഇതിൽ വേപ്പർ ചേമ്പർ കൂളിംഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയത് കൊണ്ട് തന്നെ. സോ ഖത്തറിൽ 2 മെമ്മറി വേരിയൻ്റാണ് അവൈലബിൾ ആകുന്നത്. 12GB റാമിൽ 256GB 12GB റാമിൽ 512GB LPDDR5X റാം ടൈപ്പാണ് വരുന്നത്. വിവോ V60 UFS സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് 3.1 ആയിരുന്നെങ്കിൽ ഇത്തവണ അതൊന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ട് UFS സ്റ്റോറേജ് ടൈപ്പ് 4.1 മാറിയിട്ടുണ്ട്. മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. എനിവേ കണക്ടിവിറ്റിയുടെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 15ഓളം 5G ബാൻഡ് ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ 4G LTE ഇതിൽ സപ്പോർട്ടാണ്. ഡ്യുവൽ ബാൻഡ് വൈഫൈ ഇതിൽ സപ്പോർട്ടാണ്. ബ്ലൂടൂത്തിൻ്റെ 5.4 ആണ് വരുന്നത്. NFC സപ്പോർട്ട് ഉണ്ട്, IR ബ്ലാസ്റ്റർ സപ്പോർട്ട് ഉണ്ട്. ഈ ഒരു മിഡിൽ ഈസ്റ്റ് വേർഷനിൽ eSIM സപ്പോർട്ട് ഉണ്ട്. ഇന്ത്യയിൽ eSIM സപ്പോർട്ട് ഇല്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമയം നമുക്ക് 2 നാനോ സിം കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു നാനോ സിം കാർഡ് പ്ലസ് eSIM കാർഡ് എന്നുള്ള രീതിയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഫോണിനകത്ത് 6500 mAh ബാറ്ററി ഉണ്ട്, 90 വാട്ടിൻ്റെ ചാർജർ ഉണ്ട്, ഗ്ലാസ് ബാക്ക് പാനൽ ആയതുകൊണ്ട് ചിലർക്കൊരു സംശയം ഉണ്ടാവും വയർലെസ് ചാർജിങ് സപ്പോർട്ട് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് ഇല്ല. ഇനി ഗെയിമൊക്കെ കളിക്കുന്നവർക്ക് ബൈപ്പാസ് ചാർജിങ് ഇതിൽ സപ്പോർട്ട് ഉണ്ട്. സോ ബാറ്ററി ലൈഫ് എടുത്ത് പറയേണ്ടതായിട്ട് തന്നെ തോന്നിയിട്ടുണ്ട്. നമ്മളൊരു ഹെവി യൂസർ ആണെങ്കിലും സുഖസുന്ദരമായിട്ട് ഒരു ദിവസം ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല നമ്മളൊരു നോർമൽ യൂസർ ആണെങ്കിൽ 1.5 ദിവസത്തിന് മുകളിൽ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാം. ആൻഡ്രോയിഡ് 16 OS 6 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. 4 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും 6 വർഷത്തെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് കമ്പനി പ്രോമിസ് ചെയ്തിരിക്കുന്നത്. വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഏപ്രിൽ 10 മാർച്ചിലെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ് ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. അത്യാവശ്യം ബ്ലോട്ട്വേഴ്സും ആഡ്വേഴ്സും ആപ്പ് സജഷൻസും ഗെയിം സജഷൻസും ഒക്കെ ആസ് യൂഷ്വൽ നമുക്ക് ഇതിലും കാണാൻ സാധിക്കും. വേണ്ടാത്തത് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ യൂസർ ഇൻ്റർഫേസ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കും. സത്യം പറയാനാണെങ്കിൽ ഫൺ ടച്ച് OSൽ നിന്നും ഒറിജിൻ OSലേക്ക് മാറിയതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഭയങ്കര ഒരു സ്മൂത്ത്നെസ് നമുക്ക് സോഫ്റ്റ്വെയറിൽ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഭയങ്കര ഒരു ലാഗ് ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒട്ടനവധി ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും ഇതിൽ കാണാൻ സാധിക്കില്ല. ഗൂഗിൾ ജെമിനി ആയിക്കോട്ടെ, അല്ലെങ്കിൽ സർക്കിൾ ടു സെർച്ച് ചെയ്ത് തുടങ്ങിയിട്ടുള്ള പിന്നെ 1-2 വിവോയുടെ കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളും മാത്രമാണ് നമുക്ക് ഇതിൽ ഫീച്ചേഴ്സിൽ കാണാൻ സാധിച്ചിട്ടുള്ളത്. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്. തന്നെ നല്ല ലൗഡിയാണ്, നീറ്റ് ആൻഡ് ക്ലീൻ സൗണ്ട് ഔട്ട്പുട്ട് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഈ ഒരു വിവോ V70യുടെ പ്രൈസ് ഖത്തറിൽ വരുന്നത് 12GB + 256GB 2099 ഖത്തറിയാലാണ് ഒഫീഷ്യലി പ്രൈസ് വരുന്നത്. ഏകദേശം ഇന്ത്യയുടെ 52,000+ ആണെങ്കിൽ ഇന്ത്യയിൽ 12GB + 256GB 49,999 റുപ്പീസാണ് ഒഫീഷ്യലി വരുന്നത്. ഇതുകൂടാതെ 12GBയിൽ 512GB എന്ന് പറയുന്ന വേരിയന്റ് കൂടി നമുക്ക് ഗൾഫിൽ അവൈലബിൾ ആണ്, ഇന്ത്യയിൽ അവൈലബിൾ അല്ല. 2399 ഖത്തറിയാൽ, ഏകദേശം ഇന്ത്യയുടെ 59,000+ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതോടൊപ്പം തന്നെ ഓൾ ഓവർ GCCയിലും ഇന്ത്യയിലും ഈ ഒരു സ്മാർട്ട് ഫോൺ വാറണ്ടി ലഭിക്കും. സോ ഗൾഫിൽ നിന്ന് ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിയാലും നാട്ടിൽ പോയാലും ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വാറണ്ടി ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം 4 വർഷത്തെ ബാറ്ററി വാറണ്ടി, അതായത് 4 വർഷത്തിനുള്ളിൽ ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതും അവർ റീപ്ലേസ് ചെയ്ത് തരുന്നതാണ്. എനിവേ ഓവറോൾ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഡെഫിനറ്റ്ലി എടുത്തു പറയേണ്ടത് ക്യാമറ പെർഫോമൻസ് തന്നെയാണ്. വിവോയുടെ V സീരീസ് എപ്പോഴും ക്യാമറയിൽ ഫോക്കസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണാണ്. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള ഒരു ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ചൂസ് ചെയ്യാവുന്ന സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഡിസ്പ്ലേ ക്വാളിറ്റി, എസ്പെഷ്യലി അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ് സ്കാനർ ഉൾപ്പെടുത്തിയത് കിഡിലൻ എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റിയും സൂപ്പർബാണ്, ഡിസ്പ്ലേ ക്വാളിറ്റിയും സൂപ്പർബാണ്. നല്ല രീതിയിലുള്ള ഒരു ബാറ്ററി പെർഫോമൻസ്, കിഡിലനായിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും തീർച്ചയായിട്ടും നമുക്ക് ഇതിൽ ആസ്വദിക്കാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ യൂസർ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് ആ ഒരു കാര്യം തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ടെക് സംബന്ധമായിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, അവിടെ മെസ്സേജ് ചോദിക്കാവുന്നതാണ്. സോ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയിൽ തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു. സെയ്ദ് ഇർഷാദ്.